ഓം ശാന്തി 21/10/2025 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, അതിരാവിലെ എഴുന്നേറ്റ് ബാബയോട് മധുരമധുരമായി സംസാരിക്കൂ. വിചാരസാഗര മന്ഥനം ചെയ്യുന്നതിന് വേണ്ടി അതിരാവിലത്തെ സമയം വളരെ നല്ലതാണ്. ചോദ്യം: ഭക്തരും നിങ്ങൾ കുട്ടികളും ഭഗവാനെ സർവശക്തിവാൻ എന്ന് പറയുന്നു. എന്നാൽ രണ്ടിലും വ്യത്യാസം എന്താണ്? ഉത്തരം: ഭക്തർ പറയുന്നു ഭഗവാന് എന്താഗ്രഹിക്കുന്നുവോ അത് ചെയ്യാൻ സാധിക്കും. എല്ലാം ഭഗവാന്റെ കൈകളിലാണ്. എന്നാൽ നിങ്ങൾക്കറിയാം, ബാബു പറഞ്ഞിട്ടുണ്ട്, ഞാനും ഡ്രാമയുടെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്ന്. ഡ്രാമ സർവശക്തിവാനാണ്. ബാബയെ സർവശക്തിവാൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ബാബയ്ക്ക് എല്ലാവർക്കും സദ്ഗതി കൊടുക്കാനുള്ള ശക്തിയുണ്ട്. ആർക്കും ഒരിക്കലും തട്ടിപ്പറിക്കാൻ സാധിക്കാത്ത രാജ്യമാണ് സ്ഥാപിക്കുന്നത്. ഓം ശാന്തി. ആരാണ് പറഞ്ഞത്? ബാബ. ഓം ശാന്തി. ഇതാരാണ് പറഞ്ഞത്? ദാദാ. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ഇത് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഉയർന്നതിലും വെച്ച് ഉയർന്ന ബാബയുടെ മഹിമ വളരെ ഭാരിച്ചതാണ്. പറയുന്നുണ്ട്, സർവശക്തിവാനാണെങ്കിൽ എന്താണ് ചെയ്യാൻ സാധിക്കാത്തത്? ഇപ്പോൾ ഈ ഭക്തി മാർഗത്തിലുള്ളവർ ഈ സർവശക്തിവാന്റെ അർത്ഥം വളരെ വലുതായിട്ടായിരിക്കും പറയുന്നുണ്ടായിരിക്കുക. ബാബ പറയുന്നു, ഡ്രാമ അനുസരിച്ചാണ് എല്ലാം നടക്കുന്നത്. ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഞാനും ഡ്രാമയിലെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. കേവലം നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ സർവശക്തിവാനായി മാറുന്നു. പവിത്രമാകുന്നതിലൂടെ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറുന്നു. ബാബ സർവശക്തിവാനാണ്. ബാബയ്ക്ക് പഠിപ്പിക്കേണ്ടി വരികയാണ്, കുട്ടികളെ എന്നെ ഓർമ്മിക്കൂ, എന്നാൽ വികർമ്മങ്ങൾ വിനാശമാകും. പിന്നീട് സർവശക്തിവാനായി മാറി വിശ്വത്തിൽ രാജ്യം ഭരിക്കും. ശക്തിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ രാജ്യം ഭരിക്കും? ശക്തി ലഭിക്കുന്നത് യോഗത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഭാരതത്തിലെ പ്രാചീന യോഗത്തിന് ഒരുപാട് മഹിമ പാടിയിട്ടുള്ളത്. നിങ്ങൾ കുട്ടികൾ നമ്പർ വൈസായി ഓർമ്മിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കൾ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ വിശ്വത്തിൽ രാജ്യം പ്രാപ്തമാക്കാൻ സാധിക്കും. അത് തട്ടിപ്പറിക്കാൻ ആർക്കും ശക്തിയുണ്ടാകില്ല. ഉയർന്നതിലും ഉയർന്ന ബാബയുടെ മഹിമ എല്ലാവരും ചെയ്യുന്നുണ്ട്, എന്നാൽ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇത് നാടകമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യരുമില്ല. അഥവാ ഇത് നാടകമാണെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ അത് ഓർമ്മ വരണം. ഇല്ല എന്നുണ്ടെങ്കിൽ നാടകം എന്ന് പറയുന്നത് തന്നെ തെറ്റാകും. ഇത് നാടകമാണെന്നും നമ്മൾ പാർട്ടഭിനയിക്കാൻ വന്നതാണെന്നും പറയുന്നുമുണ്ട്. അപ്പോൾ ആ നാടകത്തിന്റെ ആദി മധ്യ അന്ത്യത്തെക്കുറിച്ചും അറിയണമല്ലോ. ഇതും പറയുന്നുണ്ട്, നമ്മൾ മുകളിൽ നിന്നാണ് വരുന്നത്, അതുകൊണ്ടാണല്ലോ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യയുഗത്തിലാണെങ്കിൽ കുറച്ചു മനുഷ്യർ മാത്രമേയുള്ളൂ. ഇത്രയും ആത്മാക്കൾ എവിടെ നിന്ന് വന്നു? ഇത് തുടക്കം മുതൽ അവസാനം വരെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനാദിയായി ഉണ്ടാക്കിയതും ഉണ്ടാക്കപ്പെട്ടതുമായ നാടകമാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ സിനിമ തുടക്കം മുതൽ അവസാനം വരെ കാണൂ, എന്നിട്ട് വീണ്ടും ആവർത്തിച്ചു കാണുകയാണെങ്കിൽ തീർച്ചയായും ചക്രം ആവർത്തിക്കപ്പെടും. അല്പം പോലും വ്യത്യാസമുണ്ടാകില്ല. ബാബ എങ്ങനെയാണ് മധുരമധുരമായ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്? എത്ര മധുരമായ അച്ഛനാണ് ബാബ! അങ്ങ് എത്ര മധുരമുള്ളവനാണ്! മതി ബാബ, ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ സുഖധാമത്തിലേക്ക് പോവുകയാണ്. ഇപ്പോഴാണ് മനസ്സിലായത്, ആത്മാവ് പാവനമായി മാറിയാൽ പിന്നെ സത്യുഗത്തിൽ പാലും ശുദ്ധമായത് ലഭിക്കും. ശ്രേഷ്ഠാചാരികളായ അമ്മമാർ വളരെ മധുരമുള്ളവരായിരിക്കും.
സമയത്ത് സ്വയം തന്നെ കുട്ടികൾക്ക് പാല് നൽകും. കുട്ടികൾക്ക് കരയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഇതും വിചാരസാഗര മന്ഥനം ചെയ്യണം. അതിരാവിലെ ബാബയോട് സംസാരിക്കുന്നതിലൂടെ ഒരുപാട് ആനന്ദമുണ്ടാകുന്നു. ബാബ, അങ്ങ് ശ്രേഷ്ഠാചാരിയായ രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി എത്ര നല്ല യുക്തിയാണ് പറഞ്ഞു തരുന്നത്. പിന്നീട് ഞങ്ങൾ ശ്രേഷ്ഠാചാരികളായ അമ്മമാരുടെ മടിയിൽ വളരും. ഒരുപാട് തവണ നമ്മൾ തന്നെയാണ് ആ പുതിയ സൃഷ്ടിയിലേക്ക് പോയത്. ഇപ്പോൾ നമ്മുടെ സന്തോഷത്തിന്റെ ദിനങ്ങൾ വരുന്നു. ഇത് സന്തോഷത്തിനുള്ള മരുന്നാണ്. അതുകൊണ്ടാണ് അതീന്ദ്രിയ സുഖത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഗോപികമാരോട് ചോദിക്കൂ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് പരിധിയില്ലാത്ത അച്ഛനെ ലഭിച്ചിരിക്കുകയാണ്. നമ്മളെ വീണ്ടും സ്വർഗത്തിലെ അധികാരിയും ശ്രേഷ്ഠാചാരികളുമാക്കി മാറ്റുന്നു. കൽപ്പകൽപ്പം നമ്മൾ നമ്മുടെ രാജ്യഭാഗ്യമെടുക്കുന്നു, തോൽക്കുന്നു, പിന്നീട് ജയിക്കുന്നു. ഇപ്പോൾ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് രാവണന്റെ മേൽ വിജയം പ്രാപ്തമാക്കേണ്ടത്. പിന്നീട് നമ്മൾ പാവനമായി മാറും. അവിടെ യുദ്ധത്തിന്റെയോ ദുഃഖത്തിന്റെയോ പേരുപോലുമില്ല, ഒരു ചിലവുമില്ല. ഭക്തിമാർഗത്തിൽ ജന്മജന്മാന്തരങ്ങളായി എത്ര ചിലവഴിച്ചു, എത്ര അലഞ്ഞു, എത്ര ഗുരുക്കന്മാരെ സ്വീകരിച്ചു. ഇപ്പോൾ ഇനി പകുതി കൽപ്പത്തിലേക്ക് നമ്മൾ ഒരു ഗുരുക്കന്മാരുടെയും പിന്നാലെ പോകില്ല. ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോകും. ബാബ പറയുന്നു, നിങ്ങൾ സുഖധാമത്തിലെ യാത്രക്കാരാണ്. ഇപ്പോൾ ദുഃഖധാമത്തിൽ നിന്നും സുഖധാമത്തിലേക്ക് പോകണം. ആഹാ, നമ്മുടെ ബാബ എങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മുടെ ഓർമ്മചിഹ്നവും ഇവിടെയാണ് ഉള്ളത്. ഇതാണെങ്കിൽ വലിയ അത്ഭുതമാണ്. ഈ ദിൽവാഡ ക്ഷേത്രത്തിന്റേതാണെങ്കിൽ അളവറ്റ മഹിമയാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ രാജയോഗം പഠിക്കുകയാണ്. അതിന്റെ ഓർമ്മചിഹ്നം തീർച്ചയായും ഉണ്ടായിരിക്കുമല്ലോ. ഇത് വാസ്തവത്തിൽ നമ്മുടെ തന്നെ ഓർമ്മചിഹ്നമാണ്. ബാബയും മമ്മയും കുട്ടികളും ഇരിക്കുന്നുണ്ട്. താഴെ യോഗം പഠിക്കുന്നു. മുകളിൽ സ്വർഗത്തിന്റെ രാജ്യഭാഗ്യവുമുണ്ട്. കൽപ്പവൃക്ഷത്തിലാണെങ്കിലും എത്ര വ്യക്തമാണ്. ബാബ എങ്ങനെയാണ് സാക്ഷാത്കാരം ചെയ്യിപ്പിച്ച് ചിത്രങ്ങൾ ഉണ്ടാക്കിപ്പിച്ചത്? ബാബ തന്നെ സാക്ഷാത്കാരം ചെയ്യിച്ച് പിന്നീട് തിരുത്തുകയും ചെയ്തു. എത്ര അത്ഭുതമാണ്! മുഴുവനും പുതിയ ജ്ഞാനമാണ്. ആർക്കും ഈ ജ്ഞാനത്തെക്കുറിച്ച് അറിയുകയില്ല. ബാബ തന്നെയാണ് ഇരുന്ന് മനസ്സിലാക്കി തരുന്നത്. മനുഷ്യർ എത്ര തമോപ്രധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ സൃഷ്ടി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭക്തിയും വൃദ്ധി പ്രാപിച്ച് തമോപ്രധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങളിപ്പോൾ സതോപ്രധാനമായി മാറാനുള്ള പുരുഷാർത്ഥം ചെയ്യുകയാണ്. ഗീതയിലും മന്മനാഭവ എന്ന വാക്കുണ്ട്. ഭഗവാൻ ആരാണ് എന്ന് മാത്രം അറിയില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ അതിരാവിലെ എഴുന്നേറ്റ് വിചാരസാഗര മന്ഥനം ചെയ്യണം. എങ്ങനെ മനുഷ്യർക്ക് ഭഗവാന്റെ പരിചയം കൊടുക്കാം? ഭക്തിയിലാണെങ്കിൽ പോലും മനുഷ്യർ അതിരാവിലെ എഴുന്നേറ്റ് മാളിക മുറിയിൽ ഇരുന്ന് ഭക്തി ചെയ്യുന്നു. അതും വിചാരസാഗര മന്ഥനമായില്ലേ? ഇപ്പോൾ ജ്ഞാനത്തിന്റെ മൂന്നാം നേത്രം ലഭിച്ചിരിക്കുകയാണ്. ബാബ മൂന്നാമത്തെ നേത്രം ലഭിക്കാനുള്ള കഥ കേൾപ്പിക്കുന്നു. ഇതിനെ തന്നെയാണ് പിന്നീട് ആത്മാവിന്റെ കഥ എന്ന് പറയുന്നത്. ആത്മാവിന്റെ കഥ, അമരകഥ, സത്യനാരായണന്റെ കഥയും പ്രസിദ്ധമാണ്. ഏതാണോ പിന്നെ ഭക്തിമാർഗത്തിൽ തുടരുന്നത് അത് കേൾപ്പിക്കുന്നത് ഒരേ ഒരു ബാബയാണ്. ജ്ഞാനത്തിലൂടെ നിങ്ങൾ സമ്പന്നരായി മാറുന്നു. അതുകൊണ്ടാണ് ദേവതകളെ കോടിപതികളെന്ന് പറയുന്നത്. ദേവതകൾ വളരെ ധനവാന്മാരും കോടിപതികളുമായി മാറുന്നു. കലിയുഗത്തെയും നോക്കൂ, സതിയുഗത്തെയും നോക്കൂ. രാത്രിയും പകലും പോലുള്ള വ്യത്യാസമുണ്ട്. മുഴുവൻ ലോകവും വൃത്തിയാകണമെങ്കിൽ സമയമെടുക്കുമല്ലോ.
ഇത് പരിധിയില്ലാത്ത ലോകമാണ്. ഭാരതം അവിനാശിയായ രാജ്യം തന്നെയാണ്. ഇതൊരിക്കലും പൂർണമായും നശിച്ചു പോകുന്നില്ല. പകുതി കൽപ്പം വരെ ഒരേ ഒരു രാജ്യമായിരിക്കും. പിന്നീട് നമ്പർ വൈസായി ബാക്കി എല്ലാ രാജ്യങ്ങളും വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ കുട്ടികൾക്ക് എത്ര ജ്ഞാനമാണ് ലഭിക്കുന്നത്? പറയൂ, ലോകത്തിലെ ചരിത്രവും ഭൂമിശാസ്ത്രവും എങ്ങനെയാണ് കറങ്ങുന്നത് എന്ന് വന്ന് മനസ്സിലാക്കൂ. പ്രാചീനമായ ഋഷി മുനിമാർക്ക് എത്ര ആദരവാണ്. എന്നാൽ അവർക്കും സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തെക്കുറിച്ച് അറിവില്ല. അവർ ഹഠയോഗികളാണ്. ശരിയാണ്. ബാക്കി അവരിൽ പവിത്രതയുടെ ശക്തിയുള്ളതുകൊണ്ടാണ് ഭാരതത്തെ നിലനിർത്തുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഭാരതത്തിന്റെ അവസ്ഥ എന്തായേനെ എന്ന് അറിയുകയേയില്ല. കെട്ടിടത്തെ തേച്ചു മിനുക്കാറുണ്ടല്ലോ, അപ്പോൾ തിളക്കമുണ്ടാകുന്നു. ഭാരതം മഹത്തായതും പവിത്രവുമായിരുന്നു. ഇപ്പോൾ അതേ ഭാരതമാണ് പതീതമായി മാറിയിരിക്കുന്നത്. സത്യുഗത്തിൽ നിങ്ങളുടെ സുഖവും ഒരുപാട് നാൾ നിലനിൽക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ധനമുണ്ടായിരുന്നു. നിങ്ങൾ ഭാരതത്തിൽ വസിക്കുന്നവരായിരുന്നു. നിങ്ങളുടെ രാജ്യമുണ്ടായിരുന്നു. ഇന്നലത്തെ കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും തമോ പ്രധാനമായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് എത്ര സന്തോഷമുണ്ടാകണം. ഈ കാര്യങ്ങളെല്ലാം പുതിയവർക്ക് കേൾപ്പിച്ചു കൊടുക്കരുത്. ആദ്യമാദ്യം ബാബയുടെ പരിചയം കൊടുക്കണം. ബാബയുടെ നാമം, രൂപം, ദേശം, കാലം അറിയാമോ? ഉയർന്നതിലും ഉയർന്ന ബാബയുടെ പാട്ട് പ്രസിദ്ധമായിരിക്കുമല്ലോ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ആ ബാബ തന്നെയാണ് നമുക്ക് നിർദ്ദേശം നൽകുന്നത്. നിങ്ങൾ വീണ്ടും നിങ്ങളുടെ രാജധാനി സ്ഥാപിക്കുകയാണ്. നിങ്ങൾ കുട്ടികൾ എന്റെ സഹയോഗികളാണ്. നിങ്ങൾ പവിത്രമായി മാറുന്നു. നിങ്ങൾക്ക് വേണ്ടി പവിത്രമായ ലോകം തീർച്ചയായും സ്ഥാപിക്കപ്പെടണം. പഴയ ലോകം പരിവർത്തനപ്പെടുകയാണ് എന്ന് നിങ്ങൾക്ക് എഴുതാൻ കഴിയും. പിന്നീട് ഈ സൂര്യവംശി ചന്ദ്രവംശി രാജ്യമായിരിക്കും. പിന്നീട് രാവണ രാജ്യമായിരിക്കും. ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കി കൊടുക്കുന്നത് വളരെ മധുരമായി തോന്നും. ഇതിൽ ദിവസവും തീയതിയും എല്ലാം എഴുതിയിട്ടുണ്ട്. ഭാരതത്തിലെ പ്രാചീന രാജയോഗം എന്നാൽ ഓർമ്മ. ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാകുന്നു. ഒപ്പം പഠിപ്പിലൂടെ പദവിയും ലഭിക്കുന്നു. ദൈവികമായ ഗുണങ്ങൾ ധാരണ ചെയ്യണം. ശരിയാണ്, മായയുടെ കൊടുങ്കാറ്റ് വരുമെന്നുള്ളത് തീർച്ചയാണ്. അതിരാവിലെ എഴുന്നേറ്റ് ബാബയോട് സംസാരിക്കുന്നത് വളരെ നല്ലതാണ്. ഭക്തിക്കും ജ്ഞാനത്തിനും വേണ്ടി ഈ സമയം വളരെ നല്ലതാണ്. മധുരമധുരമായി സംസാരിക്കണം. ഇനി നമ്മൾ ശ്രേഷ്ഠാചാരിയായ ലോകത്തിലേക്ക് പോകും. വൃദ്ധരായവരുടെ മനസ്സിൽ തോന്നും, നമ്മൾ ശരീരം വിട്ട് ഗർഭത്തിലേക്ക് പോകും. ബാബ എത്ര ലഹരിയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിരുന്ന് സംസാരിക്കുകയാണെങ്കിലും നിങ്ങളുടെ സമ്പാദ്യം ഉണ്ടാകും. ശിവബാബ നമ്മളെ നരകവാസിയിൽ നിന്നും സ്വർഗവാസിയാക്കി മാറ്റുകയാണ്. ആദ്യമാദ്യം വരുന്നത് നമ്മളാണ്. മുഴുവൻ ഓൾറൗണ്ട് പാർട്ടും അഭിനയിച്ചത് നമ്മളാണ്. ഇപ്പോൾ ബാബ പറയുന്നു, ഈ അഴുക്ക് പിടിച്ച വസ്ത്രം ഉപേക്ഷിക്കൂ. ദേഹസഹിതം മുഴുവൻ ലോകത്തെയും മറക്കൂ. ഇതാണ് പരിധിയില്ലാത്ത സന്യാസം. അവിടെയും പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് സാക്ഷാത്കാരമുണ്ടാകും. ഞാൻ കുട്ടിയായി മാറാൻ പോവുകയാണ്. സന്തോഷമുണ്ടാകുന്നു. കുട്ടിക്കാലം വളരെ നല്ലതാണ്. ഇങ്ങനെ അതിരാവിലെ ഇരുന്ന് വിചാരസാഗര മന്ഥനം ചെയ്യണം. പോയിന്റുകൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. സന്തോഷത്തിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കടന്നുപോകുന്നു. എത്രത്തോളം അഭ്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവോ അത്രത്തോളം സന്തോഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വളരെ ആനന്ദമുണ്ടാകും. പിന്നീട് ചുറ്റിക്കറങ്ങുമ്പോഴും ഓർമ്മയിലിരിക്കണം. സമയം ഒരുപാടുണ്ട്. ശരിയാണ്, വിഘ്നങ്ങൾ ഒരുപാട് വരും. അതിലൊരു സംശയവുമില്ല.
ജോലി ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഉറക്കം വരാറില്ല. അലസമായവരാണ് ഉറങ്ങുന്നത്. നിങ്ങൾക്ക് എത്ര സാധിക്കുന്നുവോ ശിവബാബയെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, ശിവബാബയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഭോജനം ഉണ്ടാക്കുന്നത്, ശിവബാബയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഭോജനവും ശുദ്ധിയോടുകൂടി ഉണ്ടാക്കണം. പ്രശ്നമുണ്ടാകുന്ന ഒരു വസ്തുവും ചേർക്കാൻ പാടില്ല. ബാബ, അതായത് ബ്രഹ്മബാബ സ്വയവും ഓർമ്മിക്കുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. അതിരാവിലെ എഴുന്നേറ്റ് ബാബയോട് മധുരമധുരമായ കാര്യങ്ങൾ സംസാരിക്കണം. ദിവസവും സന്തോഷത്തിന്റെ മരുന്ന് കഴിച്ചുകൊണ്ട് അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം ചെയ്യണം. 2. സത്യയോഗി രാജധാനി സ്ഥാപിക്കുന്നതിൽ ബാബയുടെ പൂർണ്ണ സഹയോഗികളായി മാറുന്നതിന് വേണ്ടി പാവനമായി മാറണം. ഓർമ്മയിലൂടെ വികർമ്മങ്ങൾ വിനാശം ചെയ്യണം. ഭോജനവും ശുദ്ധിയോടുകൂടി ഉണ്ടാക്കണം. വരദാനം: ദിവ്യഗുണങ്ങളെ ആഹ്വാനം ചെയ്യുന്നതിലൂടെ എല്ലാ അവഗുണങ്ങളെയും ആഹുതി ചെയ്യുന്ന സന്തുഷ്ട ആത്മാവായി ഭവിക്കട്ടെ. എങ്ങനെയാണോ ദീപാവലി സമയത്ത് വൃത്തിയാക്കുന്നതിന്റെയും ശേഖരണത്തിന്റെയും കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്നത്, അതുപോലെ താങ്കളും എല്ലാ പ്രകാരത്തിലുമുള്ള ശുദ്ധീകരണത്തിന്റെയും ശേഖരണത്തിന്റെയും ലക്ഷ്യം വെച്ച് സന്തുഷ്ട ആത്മാവായി മാറണം. സന്തുഷ്ടതയിലൂടെ തന്നെയാണ് എല്ലാ ദിവ്യഗുണങ്ങളെയും ആഹ്വാനം ചെയ്യാൻ കഴിയുക. അപ്പോൾ അവഗുണങ്ങളുടെ ആഹുതി താനേ നടക്കും. ഉള്ളിൽ ഏതെല്ലാം ബലഹീനതകൾ, കുറവുകൾ, നിർബലതകൾ, കോമള സ്വഭാവം എന്നിവ അവശേഷിച്ചിട്ടുണ്ടോ അവയെല്ലാം സമാപ്തമാക്കി ഇനി പുതിയ കണക്കുകൾ ആരംഭിക്കുകയും പുതിയ സംസ്കാരങ്ങളാകുന്ന പുതുവസ്ത്രം ധരിക്കുകയും ചെയ്ത് സത്യമായ ദീപാവലി ആഘോഷിക്കുക. സ്ലോഗൻ: സ്വമാനത്തിന്റെ സീറ്റിൽ സദാ സെറ്റായി ഇരിക്കണമെങ്കിൽ ദൃഢസങ്കല്പത്തിന്റെ ബെൽറ്റ് ശരിക്കും ധരിക്കണം. അവ്യക്ത സൂചന: സ്വയത്തിനു വേണ്ടിയും സർവർക്ക് വേണ്ടിയും മനസ്സുകൊണ്ട് യോഗത്തിന്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. ശാന്തിയുടെ ശക്തിയുടെ പ്രയോഗം ആദ്യം സ്വയത്തിനു വേണ്ടിയും ശരീരത്തിന്റെ അസുഖങ്ങൾക്ക് വേണ്ടിയും ചെയ്തു നോക്കണം. ഈ ശക്തിയിലൂടെ കർമ്മബന്ധനത്തിന്റെ രൂപം മധുരമായ സംബന്ധങ്ങളുടെ രൂപത്തിലേക്ക് പരിവർത്തനപ്പെടും. ഈ കർമ്മഭോഗങ്ങൾ അഥവാ കർമ്മത്തിന്റെ കടുത്ത ബന്ധനങ്ങൾ സൈലൻസിന്റെ ശക്തിയിലൂടെ വെള്ളത്തിലെ വര പോലെ അനുഭവമാകും. അല്ലാതെ കഷ്ടപ്പെടുന്നവരല്ല, കണക്കുകൾ കഷ്ടപ്പെട്ട് തീർക്കുന്നവരുമല്ല, മറിച്ച് സാക്ഷി ദൃഷ്ടാവായി മാറി ഈ കർമ്മക്കണക്കുകളുടെ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കാനാകും. മാതേശ്വരിജിയുടെ അമൂല്യ മഹാവാക്യങ്ങൾ. ടൈറ്റിലാണ്: ഈ അവിനാശിയായ ഈശ്വരീയ ജ്ഞാനം പ്രാപ്തമാക്കുന്നതിന് വേണ്ടി ഒരു ഭാഷയും പഠിക്കേണ്ടതില്ല. ഈ ഈശ്വരീയ ജ്ഞാനം വളരെ സഹജവും മധുരവുമാണ്. ഇതിലൂടെ ജന്മജന്മാന്തരങ്ങളിലേക്ക് വരുമാനം സമാഹരിക്കപ്പെടുന്നു. ഈ ജ്ഞാനം ഇത്രയും സഹജമാണ്. ഏത് മഹാനാത്മാവിനും അഹല്യയെ പോലെയുള്ള കല്ലുബുദ്ധികൾക്കും ഏത് ധർമ്മത്തിലെയും കുട്ടികൾ തൊട്ട് വൃദ്ധർ വരെ ആർക്ക് വേണമെങ്കിലും പ്രാപ്തമാക്കാൻ കഴിയുന്നു. നോക്കൂ, ഇത്രയും സഹജമായിട്ടും ലോകത്തിലുള്ളവർ ഈ ജ്ഞാനം വളരെ ഭാരിച്ചതായി മനസ്സിലാക്കുന്നു. ഒരുപാട് വേദശാസ്ത്ര ഉപനിഷത്തുകളെക്കുറിച്ച് പഠിച്ച് വലിയ വലിയ വിദ്വാൻമാരാകണം എന്ന് കരുതുന്നവർക്ക് പിന്നെ അതിനുവേണ്ടി ഭാഷ പഠിക്കേണ്ടതുണ്ട്, വളരെ അധ്വാനിക്കേണ്ടതുണ്ട്. അപ്പോഴേ പ്രാപ്തിയുണ്ടാകൂ. പക്ഷെ ഇതാണെങ്കിൽ സ്വയം അനുഭവത്തിലൂടെ അറിഞ്ഞതാണ്. ഈ ജ്ഞാനം വളരെ സഹജവും സരളവുമാണ്. എന്തുകൊണ്ടെന്നാൽ സ്വയം പരമാത്മാവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനായി
ഒരു ശാരീരിക അധ്വാനമോ ജപതപങ്ങളോ ശാസ്ത്ര പാണ്ഡിത്യമോ സംസ്കൃത ഭാഷ പഠിക്കേണ്ടതിന്റെയോ ആവശ്യമില്ല. ഇവിടെ സ്വാഭാവികമായി ആത്മാവിന് തന്റെ പരംപിത പരമാത്മാവിനോടൊപ്പം യോഗം വയ്ക്കണം. ആർക്കെങ്കിലും ഈ ജ്ഞാനം ധാരണ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പോലും യോഗത്തിലൂടെ വളരെ പ്രയോജനം കിട്ടും. ഇതിലൂടെ ഒന്ന് പവിത്രമായി മാറുന്നു, പിന്നെ കർമ്മബന്ധനം ഭസ്മീകരിച്ച് കർമാതീതമായി മാറുന്നു. ഇത്രയും ശക്തിയുണ്ട് ഈ സർവശക്തിവാനായ പരമാത്മാവിന്റെ ഓർമ്മയിൽ. പരമാത്മാവ് സാകാര ബ്രഹ്മ ശരീരത്തിലൂടെ നമ്മെ യോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഓർമ്മിക്കേണ്ടത് നേരിട്ട് ആ ജ്യോതി സ്വരൂപനായ ശിവപരമാത്മാവിനെയാണ്. ആ ഓർമ്മയിലൂടെയേ കർമ്മബന്ധനത്തിന്റെ അഴുക്ക് പുറത്തുപോകൂ. ശരി. ഓം ശാന്തി.